അതായത് ഇവർ പറയുന്നത്, ഇമാം ഇബ്നു തൈമിയ്യ പറയുന്നു ആലമിന്റെ നൗഅ ഖദീമാണ് എന്ന് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു. അപ്പൊ എന്താണ് ഖദീം? ആലമിന്റെ നൗഅ ഖദീം ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അത് ഇവർ തന്നെ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുക. അതിന് തുടക്കമൊന്നും പറയാനില്ല. മുമ്പോട്ട് ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അതിന് തുടക്കമില്ല. ഈ തുടക്കമില്ലാത്ത രൂപത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഖദീം എന്ന് പറയുന്നത്. ഒന്നും കേൾപ്പിക്കാം. അതിന് തുടക്കമൊന്നും പറയാനില്ല. അപ്പൊ തുടക്കം എന്ന് പറയാൻ ഇല്ല. അള്ളാഹു തുടക്കമില്ലാത്തവനാണ്, സൃഷ്ടികളും തുടക്കമില്ലാത്തവനാണ്. അങ്ങനെ വാദിക്കുമ്പോഴാണ് നൗഅ ഖദീമാണ് എന്ന വാദമുള്ളയാളായിട്ട് മാറുക. എന്നാൽ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അങ്ങനെ വാദമുണ്ടോ? അള്ളാഹ്ക്ക് തുടക്കമില്ല, അതുപോലെ സൃഷ്ടികൾക്കും തുടക്കമില്ല എന്ന് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വാദമുണ്ടോ? എന്ന് പറഞ്ഞാൽ അള്ളാഹു പണ്ടേക്ക് പണ്ടുള്ളവനാണല്ലോ, സൃഷ്ടികളും പണ്ടേക്ക് പണ്ടുണ്ട് എന്നാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വാദം. അതല്ല, പണ്ടേക്ക് പണ്ട് അള്ളാഹ് ഉണ്ടെങ്കിലും പണ്ടേക്ക് പണ്ട് സൃഷ്ടികൾ ഇല്ല എന്നാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വാദം. പണ്ടേക്ക് പണ്ട് സൃഷ്ടികൾ ഉണ്ട് എന്ന് വാദിച്ചാൽ ഓക്കെയാണ്, തുടക്കമില്ലാത്ത സൃഷ്ടികളാണ്, അപ്പോൾ ആലിമിന്റെ നൗഅ ഖദീമായി. എന്നാൽ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വാദം പണ്ടേക്ക് പണ്ട് അള്ളാഹ് മാത്രമേ ഉള്ളൂ, അള്ളാഹ് പണ്ടേക്ക് പണ്ടുള്ളപ്പോൾ സൃഷ്ടികൾ ഒന്നും തന്നെ ഇല്ല എന്നാണെങ്കിൽ ആലിമിന്റെ നൗഅ ഖദീമാണ് എന്ന വാദം ഇമാം ഇബ്നു തൈമിയ്യക്ക് ഇല്ലാന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വാദം എന്താണ്? അള്ളാഹ് ഉള്ളപ്പോൾ പണ്ട് മുതൽ പണ്ടേക്ക് പണ്ടേ സൃഷ്ടികൾ ഉണ്ട് എന്നാണോ, അതല്ല ഇല്ല എന്നാണോ? അദ്ദേഹത്തിന് നാവ് കൊണ്ട് തന്നെ പറയുന്നത് കേൾക്കുക. അള്ളാഹു ഉള്ള സമയത്ത് എന്തില്ല, മഖ്ലൂക്കില്ല. കേട്ടോ, ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വാദം പറഞ്ഞതാണ് അള്ളാഹു ഉള്ള സമയത്ത് മഖ്ലൂക്കില്ല. ഒന്നും കേൾപ്പിക്കാം. അള്ളാഹു ഉള്ള സമയത്ത് എന്തില്ല, മഖ്ലൂക്കില്ല. ഒന്നും കൂടി. അള്ളാഹു ഉള്ള സമയത്ത് എന്തില്ല, മഖ്ലൂക്കില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നത് അള്ളാഹു ഉള്ള സമയത്ത് മഖ്ലൂക്കില്ല. ഇതാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വാദം എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്തിനാ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ആക്ഷേപിക്കേണ്ട ആവശ്യം? ആലമിന് ഖദീമാണ് എന്ന വാദം ഇമാം ഇബ്നു തൈമിയ്യക്ക് ഇല്ല എന്ന് ഇവരുടെ നാവ് കൊണ്ട് തന്നെ ഇവർ പറഞ്ഞല്ലോ. പിന്നെ ഇതിന് വെറുതെ ഗ്രൂപ്പ് ഉണ്ടാക്കി ആളുകൾ ആക്ഷേപിച്ച് എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അത് കേട്ട് നോക്കി. മൂപ്പർക്ക് എന്താ പറയുന്നത്? കേട്ടോ, മൂപ്പർക്ക് അറിയില്ല മൂപ്പർ എന്താ പറയുന്നത്. അപ്പൊ എന്താ പറയുന്നതിന് മൂപ്പർക്ക് അറിയില്ല. ഇമാം ഇബ്നു തൈമിയ്യ ആലിമിന് ഖദീമാണെന്ന് വാദിച്ചു എന്ന് പറയാം, എന്നിട്ട് അള്ളാഹു ഉള്ള സമയത്ത് സൃഷ്ടികളില്ല എന്നതാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വാദം എന്ന് പറയാം. ഇതെങ്ങനെ ശരിയാകും? അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. എന്ത് മൂപ്പർക്ക് അറിയില്ല, മൂപ്പർ എന്താ പറയുന്നത് അറിയില്ല. എന്നിട്ട് പിന്നെ എന്നെ തെറി വിളിക്കാം, വൈരുദ്ധ്യം പറയാ, എന്നിട്ട് എന്താ വിളിക്കുന്നത്? ഇത്ര ബുദ്ധിയില്ലേ മരക്കഴുതേ. ഇതാണ് പ്രശ്നം. ഇത്രയും വിവരക്കേടും വൈരുദ്ധ്യം പറഞ്ഞിട്ട് പിന്നെ നമ്മളെ പറയാണ് ബുദ്ധിയില്ലേ മരക്കഴുതേ. ഇവര് തന്നെ ഇവരുടെ കാര്യം തീരുമാനമാക്കിയിട്ട് അറിയിക്കട്ടെ. മരക്കഴുതേ ഇത്ര ബുദ്ധിയില്ലേ മരക്കഴുതേ. മൂപ്പർക്ക് എന്താ പറയുന്നത്? അപ്പൊ ഇതാണ് അവസ്ഥ. അള്ളാഹു കാക്കട്ടെ, എന്ത് പറയാൻ.